ഈ ആയുർവേദത്തിന്റെ തന്നെ ഒരു മർമ്മ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കാരണം അത് ഈ പാരമ്പര്യ ചികിത്സയിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പാരമ്പര്യ ചികിത്സയിൽ മർമ്മത്തിന്റെ പ്രാധാന്യം, കാരണം ഒരാളുടെ കൈക്ക് എന്തെങ്കിലും ഉളുക്കോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പണ്ട് പഠിച്ചിട്ടില്ലാത്തവർ പോലും പാരമ്പര്യ ചികിത്സ അവർക്ക് കറക്റ്റ് അത് പിടിച്ചിടാൻ കഴിയും. അതെങ്ങനെയാണ്? അത് ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് അത് ഈ കളരി ചികിത്സേൻ്റെ ഒരു ഭാഗമായിട്ട് ശരിക്കും വന്നത് കേരളത്തിൽ. മർമ്മ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ കുറേ മർമ്മങ്ങൾ 100+ മർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്ന ചികിത്സേൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ശരിക്ക് ആയുർവേദ ക്ലാസിക്കൽ ടെക്സ്റ്റിൽ കാണാൻ കിട്ടുന്നതല്ല. മർമ്മങ്ങൾ എല്ലാ വിവരങ്ങളുണ്ട്, പക്ഷേ ആ ചികിത്സ അത് കേരളത്തിൽ നിന്ന് ഡെവലപ്പായി ചെയ്ത ഒരു വിഭാഗം. അത് വേറെ തന്നെ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് തേച്ച് ഞങ്ങളെ ഇത് ഫുള്ളായിട്ട് ക്ലാസിക്കൽ ടെക്സ്റ്റിൽ ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു ഇതല്ല. അത് ശരിക്കും പറയുന്നെങ്കിൽ ഈ കളരി ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് ഡെവലപ്പായ ഒരു ഇത് കേരളത്തിൽ ഇപ്പോൾ കളരി ചികിത്സ അല്ലാതെ വേറെ കുറേ വൈദ്യന്മാർ ഡോക്ടേഴ്സ് ആയുർവേദ ഡോക്ടേഴ്സുമാർ ഈ മർമ്മ ചികിത്സയും പ്രാക്ടീസ് ആക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മർമ്മ ചികിത്സ ജാസ്തി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തായെങ്കിലും അത് ഈ ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, ഫ്രാക്ചേഴ്സിലുണ്ടാവും, ബാക്ക് പെയിന്, ഇങ്ങനെയുള്ള കുറേ ഇതിൽ യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ നോർത്ത് കേരള വരുമ്പോൾ നിങ്ങൾ ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് ഇനി പ്രാധാന്യത കുറച്ച് കൊണ്ടുവരും. കാരണം തെക്കൻ കേരളത്തിലാണ് ജാസ്തി ഉള്ളത്, കാരണം മർമ്മത്തിന്റെ. അതെ അതെ അതെ. പക്ഷേ നോർത്ത് കേരളയിലേക്ക് വരുമ്പോൾ അത് കുറഞ്ഞു വന്നിട്ട് ആയുർവേദിക്കിൽ തന്നെ ജാസ്തി നമ്മൾ ഈ ആയുർവേദം. പിന്നെ ഇവിടെ നമ്മൾ ഫോക്ലോർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഇത് അത് വളരെ ഇപ്പം ഞാൻ ആയുർവേദം പഠിച്ചിട്ട് ചെയ്തെങ്കിലും ഞാൻ കുറേ ഫോക്ലോർ മെഡിസിൻ ഇവിടെ നാട്യ ഔഷധി എന്ന് പറയും. നാട്യം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു 600+ ഹെർബ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ 1500 ഹെർബ്സ് ലോക്കലായിട്ട് ഓരോന്ന് ഫാമിലിയിലായിട്ട് കുറേ പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോക്ലോർ പ്രാക്ടീഷണേഴ്സ് ഞങ്ങളിവിടെ നാട്ടി ഔഷധി കൊടുക്കുന്നവരെന്ന് പറയും. അങ്ങനെ ഒരു 1500ൻ്റെ മുകളിലുണ്ടാവും ഈ വേര് മരുന്നുകൾ. അങ്ങനെ നമ്മളിവിടെ അങ്ങനെ ഈ ഫോക്ലോർ നോളേജ് അത് നമ്മൾക്ക് ഇവിടുത്തെ ഈ ഭാഗത്തിൽ വളരെ ഉള്ളതാണത്. അത് നമ്മൾ ഈ ആയുർവേദ പ്രാക്ടീസിൽ ഞങ്ങൾ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡോക്ടർ വിദ്യാഭ്യാസ കാലം എങ്ങനെയായിരുന്നു? എവിടെയാണ് പഠിച്ചത്? ഞാൻ ഉടുപ്പി SDM ആയുർവേദ കോളേജിൽ പഠിച്ചത്. അവിടെ നമ്മൾക്ക് ഒരു നമ്മൾ പഠിക്കുമ്പോൾ ഈ മോഡേൺ പിന്നെ ആയുർവേദ പറയുന്നത് ഈക്വൽ എക്സ്പോഷർ കിട്ടുന്നു. അവിടെ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ആയുർവേദ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് ഇതേ മോഡേൺ സബ്ജക്റ്റ് നമ്മൾ എലോപ്പത്തി മെഡിസിൻ അല്ല പറയുന്നത്, മോഡേൺ സയൻസ് പറഞ്ഞാൽ ഇപ്പോൾ ആയുർവേദത്തിൽ അനാട്ടമി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുതിയ ഇപ്പോൾ പറഞ്ഞ് മോഡേൺ സയൻസിൽ പറയുന്ന അനാട്ടമി ഇത് ഡിസെക്ഷൻ ചെയ്തിട്ടും പഠിക്കും. അതുപോലെ ഫിസിയോളജി ആയുർവേദത്തിൽ ശാരീരക്രിയാനും പഠിക്കും, മോഡേണിൻ്റെ ഫിസിയോളജി അതും പഠിക്കും. ഇങ്ങനെ ഈ ഇപ്പോൾ മെയിനായിട്ട് അവിടെ നമ്മൾക്ക് SDM ഉടുപ്പിയിൽ ഈ 2 എക്സ്പോഷറും ഈക്വലായിട്ട് കിട്ടുന്ന ഒരു കോളേജ് ഉണ്ടായി. ഞാൻ പോയ കോളേജ് അത് നമ്മൾക്കിപ്പോൾ ഈ പ്രാക്ടീസിലും പേഷ്യൻസിൻ്റെ ഡയഗ്നോസിസിലും അത് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ. ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ആൾ ഇൻറ്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ആയുർവേദ ഡോക്ടേഴ്സ് മോഡേൺ മെഡിസിൻ കൊടുക്കുന്നതെന്ന് പറയും. അങ്ങനെയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾക്ക് ഒരു പേഷ്യൻറ്റിന് പക്ഷാഘാതമുണ്ട്. ആയുർവേദത്തിൽ പക്ഷാഘാതം എന്ന് പറയുന്ന ഒരു ഡിസീസായിട്ട് പറയും. ഞങ്ങൾ അത് മോഡേൺ സയൻസിന് പറയുമ്പോൾ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ അതിൽ ഡെപ്തിലേക്ക് പോയാൽ അത് ഇസ്ചീമിക് സ്ട്രോക്കായിട്ട് പക്ഷാഘാതം വരും, അത് ഹെമോറേജിക് സ്ട്രോക്കായിട്ട് പക്ഷാഘാതം വരും, ട്യൂമർ കൊണ്ട് ബ്രെയിൻ ട്യൂമർ കൊണ്ടുവരും, ട്യൂബർക്കുലോസിസ് കൊണ്ടുവരും, ഗ്രാനുലോമ വന്നിട്ട് വരും, ബ്രെയിനിലേക്ക് ഡാമേജ് ആയിട്ട് വരും. അങ്ങനെ കുറേ ഇങ്ങനെ വേറെ രീതിൻ്റെ കാരണത്തിൽ ഇത് ബ്രെയിനിൽ എന്തായെങ്കിലും ലീഷൻസ് ട്യൂമറല്ലേ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിലും വരും. ഇങ്ങനെ വേറെ രീതിയിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പക്ഷാഘാതം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഏത് പക്ഷപാതത്തിൽ ആയുർവേദത്തിൽ ചികിത്സിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ പക്ഷാഘാതം, ഡിസ്കിൻ്റെ ബുദ്ധിമുട്ട്, ഈ നടുവേദന, ബാക്ക് പെയിൻ, ഇതിനെല്ലാം ഇവിടെ ഇൻപേഷ്യൻ്റിൽ സ്പെഷ്യലായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്കിന്നിൻ്റെത്, സോറിയാസിസ്, പിന്നെ ഈവൻ പെംപിഗസ് വൾഗറിസ്, അത് വളരെ കുറച്ചും ഇതായാൽ ഫെറ്റലായിട്ട് വരുന്ന ഒരു ഡിസീസാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ അങ്ങനെയുള്ള ഡിസീസിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഞങ്ങൾ ഇൻറ്റഗ്രേഷൻ ഓഫ് നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പക്ഷാഘാതം ഹെമറേജിക്ക, പക്ഷാഘാതം അത് ഇസ്ചിമിക്ക, അല്ല പക്ഷാഘാതം അത് ട്യൂമർ കൊണ്ട, പക്ഷാഘാതം ട്യൂബർക്കുലോസിസ് കൊണ്ട.
അപ്പോൾ ഇതിൽ ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സിക്കില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് റെഫർ ചെയ്യും. ട്യൂമർ ആയെങ്കിൽ ഏത് ട്യൂമറും അത് ബിനൈൻ ട്യൂമറാണ്, നമ്മൾ ആയുർവേദത്തിൽ സ്കോപ്പ് ഉണ്ടാകും, ഞങ്ങൾ ആദ്യം സ്റ്റഡി ആക്കിയിട്ട് അത് സ്കോപ്പ് ഉണ്ടെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ലെങ്കിൽ റെഫർ ചെയ്യും. അങ്ങനെ ഈ ഇസ്കീമിക് ഹെമറേജിക്ക് ഇത് നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്ന സാധാരണ ഞങ്ങൾ പക്ഷാഘാതം എന്ന് പറയുന്നത് അത് 95% വരുന്ന പക്ഷാഘാതങ്ങൾ അതിൽ 80% ഇസ്കീമിക് ഉണ്ടെങ്കിൽ ഒരു 15% ഈ ഹെമറേജിക്ക് ഉണ്ടാവും. ബാക്കി 5% ഈ ട്യൂബർക്ലോസിസും ട്യൂമറും പറ്റും. അതെ, സാധ്യതയുണ്ട്. നമ്മൾ ഈ ഇൻറ്റഗ്രേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് ഇപ്പോൾ സുശ്രുത സംഹിതയിൽ ഒരു സ്ഥലത്ത് സുശ്രുത അങ്ങനെ പറയുന്നുണ്ട്. ഈ ശാസ്ത്രം നമ്മൾ ഒറ്റ ഒരു ശാസ്ത്രം ആയുർവേദ ശാസ്ത്രം മാത്രം പഠിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അത് ഒരു കംപ്ലീറ്റ് ശാസ്ത്രം, ഇത് ഒരു ഫിസീഷ്യൻ ആവാൻ പറ്റൂല. അപ്പോൾ അന്യശാസ്ത്രങ്ങൾ ആ കാലത്തുള്ള അന്യശാസ്ത്രങ്ങൾ കൊണ്ട് പറഞ്ഞത്, പക്ഷേ ഇന്ന് ഞങ്ങളത് സെയിം അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിനായിട്ട് ഒരു പാരലലായിട്ടുള്ള ആയുർവേദം എന്ന് പറയുന്നത് ഒരു വളരെ പുരാതനമായ ഒരു മെഡിക്കൽ സിസ്റ്റമാണത്. ഇപ്പോൾ മോഡേണായിട്ട് വരുന്ന ഒരു മെഡിക്കൽ സിസ്റ്റം അലോപ്പത്തി. അപ്പോൾ അതിൽ അലോപ്പത്തി എന്ന് പറയുന്നില്ല ഞാൻ, അലോപ്പത്തി എന്ന് പറഞ്ഞാൽ അത് മെഡിസിൻ ആയിട്ട് വന്നു. എങ്ങനെ ആയുർവേദം എന്ന് പറയുമ്പോൾ ഹെർബ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഹെർബൽ ട്രീറ്റ്മെൻറ്റ്, അത് അങ്ങനെ അലോപ്പത്തി എന്ന് പറയുന്നത് അവർ ആ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ അവിടെ അവർ ഫോളോ ചെയ്യുന്ന ഈ ഡിസീസ് കാര്യങ്ങൾ ഇതെല്ലാം അത് മോഡേൺ സയൻസിൻ്റെ ഒരു ഭാഗം. അത് ആയുർവേദം ഇരിക്കട്ടെ, മോഡേൺകാർ ഇരിക്കട്ടെ, ഹോമിയോപ്പത്തി, യുനാനി ആര് യൂസ് ചെയ്യാം. സയൻസ് എന്ന് പറയുന്നത് അത് ഒരു ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എന്താ ഒരാൾ മാത്രം ഉപയോഗിക്കാതെ പിന്നെ ഒരാൾക്ക് അതെല്ലാം കൂടെ കണക്റ്റഡ് ആയത് വരുന്നത് സയൻസിലേക്കാണ്. കാരണം നമുക്ക് അതൊരു അലോപ്പതി എന്ന് പറഞ്ഞാൽ ടോട്ടലി കെമിക്കൽ. അത് അലോപ്പതി എന്ന് പറയുന്ന ആ ഡ്രഗിൻ്റെ കാര്യത്തിൽ അത് ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. പക്ഷേ ഇപ്പോൾ പറയുന്ന ഡിസീസിൻ്റെ എക്സ്പ്ലനേഷൻസ്, പുതിയതായിട്ട് കണ്ടുപിടിച്ച കുറേ ഡിസീസുകൾ, ഇതെല്ലാം നമ്മൾക്ക് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ശരിക്ക് അണ്ടർസ്റ്റാൻഡ് ആക്കിയാൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് പോകും. പേഷ്യൻസിന് നല്ല ആ ഒരു ഇതാണ് ഡോക്ടർ പഠിച്ച മോഡേൺ സയൻസും കൂടെ അഡാപ്റ്റ് ചെയ്ത്